2024 തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ്. കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഇടതുപക്ഷ നിരീക്ഷകനായ KJ റാഫിയാണ്. KJ റാഫിയോട് നമുക്ക് സംസാരിക്കാം. റാഫിയുടെ സ്വാഗതം. എല്ലാവരും ഉറ്റുനോക്കുന്ന അതിശക്തമായ മത്സരമാണ്. ചാനലുകൾ തോറും എല്ലാ ഡിസ്കഷനിലും പങ്കെടുക്കും. അത്രയും വലിയൊരു ശക്തമായ മത്സരം, ത്രികോണ മത്സരം തൃശ്ശൂരുണ്ടോ? തൃശ്ശൂരിൽ ആന മത്സരം ഇടതുപക്ഷവും UDF തമ്മിൽ തന്നെയാണ്. പക്ഷേ BJPയും മൂന്നാമത്തെ ഒരു ശക്തിയായിട്ടുമുണ്ട്. അത് കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണ്. കുറച്ച് കാലങ്ങളായി ഈ തൃശ്ശൂർ നിയോജകമണ്ഡലത്തിൽ ശക്തമായി BJP വേരുറപ്പിക്കുന്നതെന്ന് തോന്നുമ്പോഴും മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കണ്ടുവരുന്നത്. റാഫിയുടെ A ക്ലാസ് മണ്ഡലം എന്നൊരു കൃത്യമായിട്ടൊരു പദവി അവർ കൊടുത്തിട്ടുണ്ട്. 3 മണ്ഡലങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. അതല്ല, ഇതിപ്പോൾ ഒരു മുന്നണിക്ക് A ക്ലാസ് മണ്ഡലമായി ഒരു മണ്ഡലത്തെ കാണുന്നതിലൊന്നും തെറ്റില്ല. പക്ഷെ ജനങ്ങൾ A ക്ലാസ് മണ്ഡലമായി കാണുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. ജനങ്ങളത് A ക്ലാസ് മണ്ഡലമായിട്ടൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പുകളും നമുക്ക് നോക്കാം. 2019 സുരേഷ് ഗോപിയുടെ വരവ്. സുരേഷ് ഗോപി അന്ന് വരുമ്പോൾ സുരേഷ് ഗോപി എന്ന സിനിമാ താരം പ്ലസ് BJP എന്ന പാർട്ടി, ഇത് രണ്ടും കൂടിയുള്ള ഒരു കോമ്പിനേഷനിലാണ് അന്ന് 2019 സുരേഷ് ഗോപി മത്സരിക്കുന്നത്. അതിനുശേഷം സുരേഷ് ഗോപി സിനിമാ താരം എന്നുള്ള അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്ന് കുറഞ്ഞ് ഒരു രാഷ്ട്രീയക്കാരനിലേക്ക് അദ്ദേഹം മാറിക്കഴിഞ്ഞു. ഈ കഴിഞ്ഞ ഒരു 5 കൊല്ലത്തിനുള്ളിൽ മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി അദ്ദേഹം ഇവിടെ മത്സരിച്ചു. ആ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിൽ പൂർണ്ണമായ സിനിമ എന്നുള്ള ആ അംശം മാറി BJPക്കാരുടെ ഒരു സ്ഥാനാർത്ഥിയായി അദ്ദേഹം മാറി. ഈ തെരഞ്ഞെടുപ്പിൽ മോദിയുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞതോടുകൂടി പക്ക അത് BJP സ്ഥാനാർത്ഥിയാണ്. സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിയുടെ സിനിമ പ്രാമുഖ്യം അവിടെ നഷ്ടപ്പെട്ട് പോവുകയാണ്. അതുകൊണ്ട് പാർട്ടി സ്ഥാനാർത്ഥിയാണ്. റാഫിയുടെ ഇപ്പം പല രാഷ്ട്രീയ ചർച്ചകളും നടന്നു കഴിഞ്ഞു. നമുക്ക് 2019 വളരെ വലിയൊരു ഭൂരിപക്ഷത്തിനാണ് UDF സ്ഥാനാർത്ഥി ജയിക്കുന്നത്. ഇടതുപക്ഷവും 3-ാം സ്ഥാനത്തുള്ള BJP തമ്മിൽ വളരെ ചെറിയൊരു വിജയം. നമുക്ക് അവിടെ നിന്ന് 28,000 വോട്ട്, അത്രയും വലിയൊരു ഭൂരിപക്ഷം മറികടക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഇക്കുറിയുണ്ട്. 2019 സെനേറിയോ അല്ല 2024. അത് നമുക്ക് വ്യക്തമാണ്. കാരണം 2019 എന്താണ് സ്ഥിതി? 2019 കേരള ജനത മോദിയെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ നിന്ന് മാറ്റണമെന്നും അതിന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഒരു ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം കേരള ജനതയ്ക്ക് അന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ കൂടാതെ രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ വന്ന് മത്സരിക്കുകയും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ കേരളത്തിലെ ജനതയ്ക്കുള്ള ഒരു ആഗ്രഹത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ UDFന് ഒരു വലിയ മുൻതൂക്കം ഉണ്ടായിരുന്നു. അന്ന് പരാജയപ്പെട്ട പല സീറ്റുകളും നമുക്കറിയാം. LDFൻ്റെ വളരെ കോട്ടക്കൊത്തളങ്ങളായിട്ടുള്ള മണ്ഡലങ്ങളാണ് വലിയ ഭൂരിപക്ഷത്തിൽ UDF ജയിക്കുന്നത്. ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുന്നത്. ആ സാഹചര്യം ഈ 2024 തെരഞ്ഞെടുപ്പിൽ ഇല്ല. പൂർണ്ണമായും അത് വ്യത്യസ്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും ശക്തമായ CPയുടെ ഒരു ജില്ലയാണ്. അതെ, മത്സരിച്ച എല്ലാ നിയമസഭാ മണ്ഡലത്തിലും വിജയിച്ച ഒരു ചരിത്രം. അതെ. അപ്പോൾ ഏറ്റവും ശക്തമായ, അതായത് ആദ്യത്തെ CPയുടെ ഒരു ലോക്സഭാ മണ്ഡലം മാത്രമാണെങ്കിൽ അത് തൃശ്ശൂരായിരിക്കണം. അത്രയും അഭിമാനത്തോടെ ഇപ്പോഴും അങ്ങനെ തന്നെ സമരപാരം അന്തിക്കാടിന്റെ പാരമ്പര്യം ഉൾക്കുന്ന ഒരു മണ്ഡലം ഇപ്പോഴും അത് തന്നെയാണ്. തീർച്ചയായും 2014 CPIക്ക് ലോക്സഭയിൽ ഒരു മണ്ഡലം ഒരു സീറ്റ് ഉണ്ടായിരുന്നു. തൃശ്ശൂരാണ്. 1957 മുതൽ 80 വരെ കണ്ടിന്യൂസ് ആയി എന്ന് പറഞ്ഞാൽ KK വാര്യർ, C ജനാർദ്ദനൻ, KA രാജൻ തുടങ്ങിയ 3 പ്രബലന്മാർ കണ്ടിന്യൂസായി 1957 മുതൽ 80 വരെ 23 വർഷക്കാലം, 84 തെരഞ്ഞെടുപ്പ് വരെ എന്ന് പറഞ്ഞാൽ 27 വർഷക്കാലം CPIയുടെ
കുത്തക മണ്ഡലമായിരുന്നു. 84 ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം അതിനൊരു മാറ്റം ഉണ്ടായി. 89 ചെറിയ ഭൂരിപക്ഷത്തിന് 91 കെ പി രാജേന്ദ്രൻ വീണ്ടും രാജീവ് ഗാന്ധിയുടെ തരംഗത്തിന്റെ പേരിൽ 96 കെ കരുണാകരനെ പരാജയപ്പെട്ടു. തീർച്ചയായും വളരെ ആവേശത്തോടെയാണ് CPI-ക്കാർ ഇപ്പോൾ തൃശ്ശൂരിൽ പറഞ്ഞു നടക്കുന്നത്. ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായ കെ മുരളീധരന്റെ പിതാവിനെ ഒരുപക്ഷെ ഭാവി പ്രധാനമന്ത്രി എന്നവരെ തോൽപ്പിച്ച് ഒരുപക്ഷെ 1040 വോട്ടിന് മാത്രമായിരുന്നെങ്കിൽ അത് ആവേശകരമായി തൃശ്ശൂരിന്റെ ചരിത്രത്തിൽ ഇടതുപക്ഷ ചരിത്രത്തിൽ ഏറ്റവും തങ്ക ലിപികളിൽ എഴുതിയപ്പെട്ട ഒരു വിജയമായിരുന്നു. സഖാവ് വി രഘൻ 96 ജയിച്ചത്. 98 അദ്ദേഹത്തിന്റെ മകനെ, പിന്നീട് അദ്ദേഹത്തിന്റെ മകനായി ഇന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയായ മുരളീധരനെ തോൽപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തെ തൃശ്ശൂരിൻ്റെ ഒരു ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് 2024 തെരഞ്ഞെടുപ്പിലേക്ക് വരാം. 7 നിയമസഭാ മണ്ഡലങ്ങളാണ് തൃശ്ശൂരുള്ളത്. നമുക്ക് ടൗൺ ഏറ്റവും പ്രധാന കേന്ദ്രമായ തൃശ്ശൂരിൻ്റെ ഹൃദയഭൂമിയായ തൃശ്ശൂർ നിയമസഭാ മണ്ഡലം തൊട്ടടുക്കാം. തൃശ്ശൂർ നിയമസഭാ മണ്ഡലം നിങ്ങൾക്കറിയാം, പി ബാലചന്ദ്രൻ്റെ സീറ്റാണ്. പക്ഷേ വളരെ വലതുപക്ഷ ശക്തികൾക്ക് അത്രയും വേരുള്ളതാണ്. സാറേ, തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ സാറിൻ്റെ അഭിപ്രായത്തിൽ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ സുനിൽകുമാർ ഒരു അംഗത്തെ പോലെയാണ് എല്ലാ കുടുംബങ്ങളും. കാരണം 2016 സുനിൽകുമാർ ഇവിടെ മത്സരിക്കാൻ വരുമ്പോൾ 25 വർഷക്കാലം ശ്രീ തേറമ്പിൽ രാമകൃഷ്ണൻ കയ്യിൽ വെച്ച് അമ്മാനമാടിയിരുന്ന തൃശ്ശൂർ മണ്ഡലത്തിലാണ് സുനിൽകുമാർ മത്സരിക്കുന്നത്. പക്ഷേ സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലായിരുന്നു. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ അന്ന് സുനിൽകുമാർ പുതുമുഖമാണ്. അപരിചിതനല്ല. കാരണം അദ്ദേഹം 2 തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അത്യാവശ്യം മോശമല്ലാത്ത ചേർപ്പിലും കയ്പമംഗലത്തും കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. അപരിചിതനൊന്നല്ല, നമുക്ക് നന്നായി അറിയാം. പക്ഷെ തൃശ്ശൂരിൽ ഒരു പുതുമുഖമാണ്, തൃശ്ശൂരിലേക്ക് പുതുമുഖമാണ്. പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ അനുമാനങ്ങളെയും തെറ്റിച്ച് 7000-ഓളം വോട്ടിനാണ് സുനിൽകുമാർ ജയിക്കുന്നത്. 7000-ഓളം വോട്ടിന് സുനിൽകുമാർ ജയിക്കുന്നത് അന്നൊക്കെ കോൺഗ്രസ് രാഷ്ട്രീയം അനുകൂലമായി വെച്ചിരുന്ന എന്നെ പോലെയുള്ള ആളുകൾക്ക് ഒരു അത്ഭുതമായിരുന്നു അന്ന്. അപ്പോൾ ഈ 7000 ചില്ലാൻ വോട്ട് ജയിച്ച സുനിൽകുമാർ പിന്നീട് അങ്ങോട്ട് കത്തിക്കേറുകയാണ്. 2016 മുതൽ 2021 വരെ അദ്ദേഹം കൃഷിമന്ത്രിയായിരിക്കുന്ന സമയത്ത് കേരളത്തിലെ പ്രമുഖനായ ഒരു മന്ത്രി എന്നുള്ള പദവിയിലേക്ക് അദ്ദേഹം ജനമനസ്സുകളിൽ ഉയർന്നു കഴിഞ്ഞു. 1600 മുതൽ 2000-ഓളം കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് കഴിഞ്ഞ 5 വർഷം 2016 മുതൽ 2021 വരെ സുനിൽകുമാർ ഇവിടെ നടപ്പാക്കിയത്. അത് ചില്ലറ കാര്യമല്ല. അപ്പോഴും വലതുപക്ഷ ശക്തി കേന്ദ്രമെന്ന് സാർ പറയുന്നത് അങ്ങനെ വലതുപക്ഷ ശക്തി കേന്ദ്രമെന്ന് പൊതുവെ തോന്നുമെങ്കിലും നമുക്കറിയാം 2016 സുനിൽകുമാർ ജയിച്ച് 2019 ഈ അസംബ്ലി സെഗ്മെൻറ്റിൽ സുരേഷ് ഗോപി 2ാം സ്ഥാനത്തും ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തായിരുന്നു 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ. അങ്ങനെ ഉള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷനിലെ 39ഓളം വരുന്ന ചില കഷ്ണങ്ങളുള്ളതുകൊണ്ടാണ് 39ഓളം എന്ന് പറയുന്നത്. 36 പക്ക വാർഡ്, 3 ചെറിയ കഷ്ണങ്ങളായിട്ടുള്ള വാർഡുകളാണ്. ആ ഡിവിഷനുകളിൽ മൊത്തത്തിൽ 5000 ചില്ലാനം വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് ലീഡുണ്ട്. അന്ന് കോർപ്പറേഷൻ പോയി. കോർപ്പറേഷൻ പോയത് മാത്രമല്ല, അങ്ങനെ 5000 ചില്ലാനം വോട്ട് ലീഡുള്ള തൃശ്ശൂരിലെ 39ഓളം വരുന്ന വാർഡുകളിലെ ഡിവിഷനുകളിലെ ആ അംഗബലം 2021 തെരഞ്ഞെടുപ്പ് നിലനിർത്താനായില്ല. ബാലേന്ദ്രൻ ജയിക്കുകയാണ്. എങ്ങനെ ബാലേന്ദ്രൻ ജയിക്കുന്നത്? 2019 3ാം സ്ഥാനത്ത് നിന്നിരുന്ന LDF സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്ത് BJP, 1ാം സ്ഥാനത്ത് UDF എന്നുള്ള പൊസിഷൻ മാറ്റി 3ാം സ്ഥാനത്ത് നിന്നിരുന്ന LDF സ്ഥാനാർത്ഥി 2021 1ാം സ്ഥാനത്തെത്തുകയും 1ാം സ്ഥാനത്ത് നിന്ന UDF 2ാം സ്ഥാനത്തേക്ക് 3ാം സ്ഥാനത്ത് നിന്നിരിക്കുക 3ാം സ്ഥാനത്തേക്ക് കൃത്യമായി കണക്ക് ബോധ്യപ്പെട്ടു. എനിക്ക് 2 കാര്യങ്ങൾ സുനിൽകുമാറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ളതും അല്ലെങ്കിൽ ഞാൻ വിലയിരുത്തിയിട്ടുള്ളതാണ്. തൃശ്ശൂർ പൂരം കഴിഞ്ഞ ദിവസം ഉണ്ടായ കോൺട്രവേഴ്സി, അദ്ദേഹത്തിന് ചാൻസ് അതിൻ്റെ എല്ലാം അങ്ങനെ കത്തിക്കാൻ ശ്രമിച്ചു. അത് തങ്ങൾക്ക് അനുകൂലമാക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രമമുണ്ടായി, വളരെ ഫലപ്രദമായി. അത് ഈ ദേവസ്വം ബോർഡ് ആളുകളോട് ചോദിച്ചാൽ തിരുവമ്പാടി ദേവസ്വംകാർക്കും അറിയാം, പാറമക്കാവ് ദേവസ്വംകാർക്കും, കൊച്ചി ദേവസ്വം ബോർഡിന് കണ്ണിൽ എണ്ണ ഒഴിച്ച് ഉറക്കം വിളിച്ച് ആദ്യം എത്തിയത് സുനിൽകുമാറാണ്.
മന്ത്രി രാജനാണ്. പിന്നെയാണ് ആളുകൾ പൗഡർ ഇട്ട് രാവിലെ എത്തുന്നത്. അത് അവകാശവാദം. അതൊക്കെ അത് ആ ഇഷ്യൂ അപ്പം സാറ് പറഞ്ഞു വരുന്നത് അതിനൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് പോകാം. ആ ഇഷ്യൂ ചിലർ കത്തിച്ച് അത് നേട്ടമാക്കാൻ ശ്രമം നടത്തി. പക്ഷെ അത് തൃശ്ശൂരിലെ ജനത അത് തള്ളിക്കളഞ്ഞു. വളരെ ഫലപ്രദമായി സർക്കാർ ഇടപെട്ടു, മന്ത്രി രാജൻ ഇടപെട്ടു, സുനിൽകുമാർ ഇടപെട്ടു. അപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലേന്ദ്രന്റെ ഭൂരിപക്ഷം 946 അവിടെ നിന്ന് മുകളിലേക്കായിരിക്കും ഇപ്രാവശ്യം താങ്കൾ സംശയം എന്താണ്? റാഫി കൃത്യമായിട്ട് ആത്മവിശ്വാസത്തോടെ പറയുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാൽസി എന്ന് പറയുന്നത് ബാലേന്ദ്രനെ തൃശ്ശൂരിലെ ആൾക്കാർ വിളിക്കുന്നൊരു പേരാണ്, സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ്. അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം കിട്ടുന്നതാണ് റാഫിയുടെ ആത്മവിശ്വാസം. റാഫി അത്രയും ആത്മവിശ്വാസത്തോടെ പറയുന്നത്. നമുക്ക് രണ്ടാമത്തെ മണ്ഡലത്തിലേക്ക് അടുക്കാം. ഒരു പക്ഷേ ഒല്ലൂർ റോം എന്നറിയപ്പെടുന്നത്, തൃശ്ശൂർ നേരത്തെ റോം എന്നറിയപ്പെടുന്നത് എന്താണ് ഒന്നുകൂടെ ചിന്നറോം എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ചിന്നറോമിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഒല്ലൂർ എന്തായിരിക്കും? തൃശ്ശൂരിൽ പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽപ്പെട്ട 7 അസംബ്ലി നിയോജകമണ്ഡലത്തിൽ നല്ല ലീഡായിരിക്കും. അപ്പോൾ താങ്കൾ പറയുന്നത് ഇനിയൊരു ഒല്ലൂർ ലീഡ് തന്നെയായിരിക്കും. ഒല്ലൂർ ലീഡാണ്. ഇരിഞ്ഞാലക്കുടയിലും ഗുരുവായൂരിലും താങ്കൾക്ക് ഗുരുവായൂരിലും ലീഡായിരിക്കും. ചില ഏറ്റക്കുറച്ചിലുണ്ടാവും. എല്ലാ മണ്ഡലത്തിലും ഒരുപോലെ ലീഡായിരിക്കില്ല. എല്ലാ മണ്ഡലത്തിലും ലീഡ് ചെയ്യുന്നതാണ് താങ്കൾ പറയുന്നത്. 7 മണ്ഡലം ലീഡ് ചെയ്യും. എത്ര ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കും? എൻ്റെ ഒരു കാൽക്കുലേഷൻ 50 50,000 വോട്ടിൽ കൂടുതൽ ഭൂരിപക്ഷത്തോടെ ഇപ്പോഴത്തെ 2 ദിവസം കൂടി ഉണ്ട്. 2 ദിവസം കൂടെ ഉണ്ട്. കുമാർ താരമൊന്നല്ല, സുനിൽകുമാർ ജനഹൃദയങ്ങളിലെ താരമാണ്. അല്ല, താരം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയാണ്. അവരൊക്കെ ഹൈ പിച്ച് ആളുകളാണ്. സാധാരണക്കാരനായ മുണ്ട് മടക്കി കുത്തി നിങ്ങൾക്കറിയാം. ഞാനത് വേറൊരു രീതിയിലൊന്നും എടുക്കണ്ട. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ ഭംഗിയായി പോകുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രളയകാലത്ത്, കോവിഡ് കാലത്ത്, അത്തരത്തിലുള്ള നമ്മുടെ ദുരന്തകാലങ്ങളിൽ ജനങ്ങളിൽ ഒരുവനെ മുണ്ട് മടക്കി ചെളി വാരി എല്ലാ ഇതിപ്പോഴും അത് ജനങ്ങളുടെ മുന്നിലുണ്ട്. അത് ജനങ്ങളുടെ മനസ്സിൽ ഇതിൻ്റെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പോഴത്തെ തുടക്കത്തിൽ താങ്കൾ വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. നമ്മളൊരു നിരീക്ഷകനായിട്ട് തന്നെ പറഞ്ഞു, രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് തന്നെ പറഞ്ഞു, കൃത്യമായ കണക്കുകളോട് തന്നെ പറഞ്ഞു. നമ്മുടെ പല പ്രധാനപ്പെട്ട ചാനലുകളും നമ്മൾ സർവേ ചെയ്യും. എന്താണ് അതിനൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ട് നമുക്ക് ഈ ഇന്റർവ്യൂ നമുക്ക് നിർത്താം. അവസാനം റാഫിയേട്ടനെ ഞാൻ വിളിച്ചു തന്നെ ഇതിനു വേണ്ടി. റാഫിയേട്ടൻ നിങ്ങളോടാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു റാഫിയേട്ടൻ ഈ 16 മനോരമ TV, പ്രധാനപ്പെട്ട 24 ന്യൂസ്, അതുപോലെ 7, 8 കൃത്യമായി സർവേ, മറുനാടൻ മലയാളി 3-ാം സ്ഥാനത്ത് പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട ചാനലുകളൊക്കെ എല്ലാവരും വായിച്ചിട്ട് ഇടതുപക്ഷക്കാരൊക്കെ ആകെ ആശങ്ക ഉണ്ടാക്കുന്നു. അല്ല, തൃശ്ശൂരിലത്തെ ഇടതുപക്ഷക്കാരൻ എന്ന നിലയിൽ, അല്ലെ ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ റാഫിയേട്ടൻ എൻ്റെ പ്രേക്ഷകരോട് എന്താണ് ഈ അവരുടെ ഈ പോൾ പ്രഡിക്ഷൻസിൻ്റെ നിജാവസ്ഥ നിങ്ങളോട് സംസാരിക്കും? പ്രീ പോൾ സർവേ ഇതിപ്പോൾ ഒരു തമാശയായിരിക്കും സത്യത്തിൽ. കാരണം നമ്മൾക്ക് ഞാനിത് വളരെ പ്രണോയ് റോയിയുടെ ഒരു സർവേയാണ് ഈ തുടക്കം, പ്രീ പോൾ സർവേ തുടങ്ങുന്നത് ആധികാരികമായി 90-കളിൽ. അത് NDTV അല്ലല്ലോ, NDTV പ്രണോയ് റോയിയാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ പ്രണോയ് റോയിയുടെ ഈ സംവിധാനം പിന്നെ പലരും കടമെടുത്ത് അത്രത്തോളം വിജയിക്കാത്ത പല എക്സിറ്റ് പോളുകളും ഒക്കെയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ എക്സിറ്റ് പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കാണ്. എക്സിറ്റ് പോളിൽ ബാലേന്ദ്രൻ 3-ാം സ്ഥാനത്താണ്. എക്സിറ്റ് പോളിൽ അതായത് ക്യൂ നിൽക്കുന്ന ആൾക്കാർ ഇറങ്ങി വന്ന് കുറച്ചുകൂടെ വിശ്വസയോഗ്യതയുള്ളതാണ് സാധാരണ ശാസ്ത്രം. 3-ാം സ്ഥാനത്താണ്. സ്വാഭാവികം അതൊരു ആശങ്ക ഉണ്ടാക്കുന്നതാണ്. സ്ഥാനാർത്ഥിക്ക് ആശങ്കയുണ്ട്, പ്രവർത്തകർക്ക് ആശങ്കയുണ്ട്. പക്ഷെ അന്നും എനിക്ക് കോൺഫിഡൻസ് ആയി. അന്നും ഞാൻ ആത്മവിശ്വാസം ജയിക്കും, ചെറിയ വോട്ടിനാണെങ്കിലും ജയിക്കും എന്ന് പറഞ്ഞു. അതൊരു ഉദാഹരണം മാത്രം, ഒരു ഉദാഹരണമാണ്. അന്നത്തെ ഈ എക്സിറ്റ് പോളുകളിൽ 3-ാം സ്ഥാനത്തും 2-ാം സ്ഥാനത്തും വരുത്തിയ 36 സ്ഥാനാർത്ഥികൾ, 1-2 അല്ല, 36 സ്ഥാനാർത്ഥികൾ 20,000, 28,000. ചേലക്കരയിലെ രാധാകൃഷ്ണ ലിസ്റ്റിലുണ്ടായിരുന്നു. 28 മുഹമ്മദ് റിയാസ്, സുരേന്ദ്രൻ,
അങ്ങനെ ഒരുപാട് ആളുകൾ. അപ്പോൾ താങ്കൾ പറയുന്ന 8-9 അവർക്ക് വ്യക്തമായി അത്രയ്ക്കും 36 സ്ഥാനാർത്ഥി മനോരമ 3-ാം സ്ഥാനത്ത് 2-ാം സ്ഥാനത്തായിട്ട് വെച്ചു. അവർ മുഴുവൻ ജയിച്ചു കയറി. അപ്പോൾ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയമേ അല്ല. ശാസ്ത്രീയമല്ല എന്നാണ് റാഫിയേട്ടൻ പറയുന്നത്. ഈ നടത്തുന്ന ചാനലുകൾക്ക് അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയില്ല. അതിനൊരു അജണ്ടയില്ല. ഞാനത് വ്യക്തിപരമായി ഒരു ചാനലിൽ, ഏത് ചാനലാണെന്ന് ഞാൻ പറയുന്നില്ല, ഈ ചാനലിൽ നടത്തിയ ഒരു ചാനൽ വേറെ ആ ചാനലിലെ തന്നെ മറ്റൊരു എഡിറ്ററും ഉണ്ടായിരുന്നു, ഒരു വിവാഹാവശ്യത്തിനുണ്ടോ, പേര് പറയുന്നില്ല, പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അവരോട് ഞാനിത് വ്യക്തിപരമായി പങ്കുവച്ചു. അപ്പോൾ അവരതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പിന്നെ അതിൽ ഇതിപ്പോൾ ഈ പറഞ്ഞതിൽ അല്ലാണ്ട്. ഓക്കെ. റാഫിയേട്ടൻ വളരെ കഴിഞ്ഞ കുറേ നേരം നമ്മൾ സംസാരിച്ച റാഫിയേട്ടൻ നമ്മളോട് പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ എക്സിറ്റ് പോൾസ്, ഈ ചാനൽസ് നടത്തുന്ന എക്സിറ്റ് പോൾസ് ഒന്നും കാര്യമില്ല. തൃശ്ശൂരിലെ ജനതയ്ക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ഇവിടെ ത്രികോണ മത്സരമൊന്നുമില്ല, 2 കാൻഡിഡേറ്റ് മത്സരമാണ്. അതിൽ കൃത്യമായ മുൻതൂക്കം സുനിൽ കുമാറിന് ഉണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം, അതാണ് സത്യം. കൃത്യമായിട്ടും ഇത്രയും നേരം എന്നോട് സംസാരിച്ചിരുന്ന റാഫിയേട്ടന് ഒരുപാട് നന്ദി.